പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയുടെ കരിനിഴൽ വീണിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ഇറാൻ സംഘർഷം കാരണം ഫ്ലൈറ്റുകൾ പലതും റദ്ദാക്കി വ്യോമപാതകൾ അടച്ചു. ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് പ്രവാസികളാണ്. വിസ കാലാവധി കഴിയാറായവർ, വിസിറ്റിംഗ് വിസയിൽ വന്ന് നാട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുന്നവർ, ഇവരൊക്കെ ഓരോ ദിവസവും ഓവർസ്റ്റേ ഫൈൻ ഓർത്ത് ഉറക്കമില്ലാതെ കഴിയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ പ്രവാസികൾക്ക് ഒരു വലിയ ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു. യുഎഇയും കുവൈറ്റും തങ്ങളുടെ വിസ നിയമങ്ങളിൽ ചരിത്രപരമായ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിഴ അടയ്ക്കാതെ, നിയമക്കുരുക്കുകളില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ സാഹചര്യം മറികടക്കാം? ആർക്കൊക്കെയാണ് ഈ ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് യുഎഇയുടെ കാര്യം നോക്കാം. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവത്തെ പോലെയാണ് ICP, ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. റീജിയണൽ ക്രൈസിസ് കാരണം ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയത് ആരുടെയും കുറ്റമല്ലെന്ന് അധികൃതർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഓവർസ്റ്റേ ഫൈൻ, താമസ പരിധി ലംഘിച്ചതിനുള്ള പിഴ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരേണ്ടി വന്നവർക്ക് ചുമത്തുന്ന താമസ പരിധി ലംഘിച്ചതിനുള്ള പിഴയാണ് ഓവർസ്റ്റേ ഫൈൻ. ഇത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനം കേവലം ഒരു ഭരണപരമായ നടപടിയല്ല, മറിച്ച് പ്രതിസന്ധികളിൽ മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന യുഎഇയുടെ സഹിഷ്ണുതാ നയത്തിന്റെ സാക്ഷ്യപത്രം തന്നെയാണ്. ലോകം യുദ്ധഭീതിയിൽ കഴിയുമ്പോൾ തങ്ങളുടെ മണ്ണിലെത്തുന്ന അതിഥികളുടെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ ഒരു രാജ്യം നടത്തുന്ന ഈ ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ്. 2026 തുടക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത സൈനിക നീക്കങ്ങൾ ആഗോള വ്യോമയാന മേഖലയെ വലിയ തോതിലാണ് ബാധിച്ചത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം രൂക്ഷമായതോടെ സുരക്ഷാ കാരണങ്ങളാൽ പല രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാതകൾ അടച്ചുപൂട്ടി. ദുബായ്, അബുദാബി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയോ പുനഃക്രമീകരിക്കപ്പെടുകയോ ചെയ്തു. വിനോദസഞ്ചാരത്തിനായും അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കുമായും യുഎഇയിൽ എത്തിയ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി കുടുങ്ങിപ്പോയത്. വിസ കാലാവധി അവസാനിക്കാറായവരും അതുപോലെ താമസം അവസാനിപ്പിച്ച് മടങ്ങാൻ തയ്യാറെടുത്ത് എക്സിറ്റ് പെർമിറ്റ് എടുത്തവരും ഒരുപോലെ ആശങ്കയിലായി. ഓരോ ദിവസം കഴിയും തോറും ഈ വർദ്ധിച്ചു വരുന്ന പിഴത്തുകയെക്കുറിച്ചുള്ള ടെൻഷനായിരുന്നു എല്ലാവർക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇനി പ്രധാന പോയിന്റുകൾ ഒന്ന് നോക്കാം. ടാർഗറ്റ് ഗ്രൂപ്പ്, അതായത് വിസിറ്റ് വിസ, അതുപോലെ ടൂറിസ്റ്റ് വിസ എന്നിവയിൽ എത്തിയവർക്കും പിന്നെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് പോകാൻ എക്സിറ്റ് പെർമിറ്റുമായി കാത്തിരുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. 2026 ഫെബ്രുവരി 28 അതിനുശേഷമോ വിസ കാലാവധി അവസാനിച്ചവർക്കാണ് ഈ ഫൈൻ വേവ് ഓഫ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു ദിവസം വൈകിയാൽ പോലും നല്ലൊരു തുക പിഴയായി നൽകണം. എന്നാൽ ഈ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് പരിഗണിച്ച് ₹1 പോലും പിഴ നൽകാതെ നിങ്ങൾക്ക് സ്റ്റേറ്റസ് റെഗുലറൈസ് ചെയ്യാം. ഇത് ശരിക്കും യുഎഇയുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് ആണെന്ന് വേണം പറയാൻ. വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ 30,000-ത്തിലധികം യാത്രക്കാർക്ക് ഇതിനകം തന്നെ അധികൃതർ സഹായം എത്തിച്ചു കഴിഞ്ഞു. ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് നൽകുന്ന സാമ്പത്തിക ആശ്വാസം ചെറുതല്ല. യുഎഇ ഭരണകൂടം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ ഈ രാജ്യം കാട്ടുന്ന താല്പര്യം ലോക പ്രശസ്തമാണ്. വിസ നിയമങ്ങളിൽ പിഴ ഒഴിവാക്കിയത് വഴി കുടുങ്ങിപ്പോയ സന്ദർശകർക്ക് നിയമപരമായ പ്രതിസന്ധികൾ ഇല്ലാതെ സുരക്ഷിതമായി മടങ്ങാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഇനി നമുക്ക് കുവൈറ്റിലേക്ക് വരാം. കുവൈറ്റും ഒട്ടും പിന്നിലല്ല. അവിടെയും പ്രവാസികൾക്ക് വമ്പൻ ആശ്വാസമാണ് മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് വിസകൾ 1 മാസത്തേക്കും നിലവിൽ കുവൈറ്റിന് പുറത്തുള്ള പ്രവാസികളുടെ ആബ്സെൻസ് പെർമിറ്റ് 3 മാസത്തേക്കും യാതൊരു ഫീസും കൂടാതെ ഓട്ടോമാറ്റിക്കായി നീട്ടി നൽകിയിട്ടുണ്ട്. മേഖലയിലെ വ്യോമഗതാഗത നിയന്ത്രണങ്ങളും വിമാനങ്ങൾ റദ്ദാക്കിയതും കാരണം പലർക്കും കൃത്യസമയത്ത് കുവൈറ്റിലേക്ക് മടങ്ങാൻ കഴിയാത്ത സാഹചര്യം മുൻനിർത്തിയാണ് ഈ ഒരു തീരുമാനം. കുവൈറ്റിലെ മാറ്റങ്ങൾ കുറച്ചുകൂടി ഓട്ടോമാറ്റിക് ആണ് എന്ന് വേണം പറയാൻ. ഫെബ്രുവരി 28 ശനിയാഴ്ച മുതൽ കാലാവധി അവസാനിച്ചതോ അവസാനിക്കാൻ പോകുന്നതോ ആയ എല്ലാത്തരം സന്ദർശക എൻട്രി വിസകളും 1 മാസത്തേക്ക് കൂടി നീട്ടി നൽകി. വിസ നീട്ടുന്നതിനായി റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ നേരിട്ട് സന്ദർശിക്കേണ്ടതില്ല. ഇലക്ട്രോണിക് സംവിധാനം വഴി ഇത് സ്വയം പുതുക്കപ്പെടും, ഓട്ടോമാറ്റിക് ആണ്. ഇനി ആബ്സെൻസ് പെർമിറ്റ്, അതായത് നാട്ടിൽ പോയവർക്ക് വലിയൊരു ഷോക്ക് ആയിരുന്നു വിമാനങ്ങൾ റദ്ദാക്കിയത്. 6 മാസം തികയുന്നതിന് മുൻപ് തിരികെ എത്തിയില്ല എങ്കിൽ വിസ റദ്ദാകുമോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കുവൈത്ത് ഭരണകൂടം 3 മാസത്തെ അഡീഷണൽ ആബ്സെൻസ് പെർമിറ്റ് ഓട്ടോമാറ്റിക്കായി അനുവദിച്ചിട്ടുണ്ട്. ഈ എക്സ്റ്റൻഷൻ തികച്ചും സൗജന്യമാണ്. യാതൊരുവിധ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസും ഇതിനായി നൽകേണ്ടതില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കുവൈത്തിലെ നിയമപ്രകാരം പ്രവാസികൾ രാജ്യത്തിന് പുറത്ത് 6 മാസത്തിൽ കൂടുതൽ, ഗാർഹിക തൊഴിലാളികൾക്ക് ഇത് 4 മാസമാണ്. ഈ ഒരു കാലയളവിൽ കൂടുതൽ തുടർച്ചയായി താമസിച്ചാൽ അവരുടെ റെസിഡൻസി റദ്ദാകും. ഇത് ഒഴിവാക്കാൻ മുൻകൂട്ടി വാങ്ങുന്ന അനുമതിയാണ് ആബ്സെൻസ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്, പ്രത്യേകം പറയാനുണ്ട്. ഇത്തരം ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ കൂടെ വരുന്നതാണ് തട്ടിപ്പുകാരും. നിങ്ങളുടെ വിസ നീട്ടിത്തരാം, പിഴ ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞു വരുന്ന ഏജന്റുമാരെ വിശ്വസിക്കരുത്. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി തെറ്റായ വിവരങ്ങൾ
പ്രചരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കാൻ അതോറിറ്റി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ, പിഴയിളവ് ലഭിക്കുന്നതിനുള്ള നിബന്ധനകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് പലപ്പോഴും യാത്രക്കാരെ ചതിക്കുഴികളിൽ വീഴ്ത്തിയേക്കാം. ഇതൊരു ഗവൺമെന്റ് ടു യൂസർ സർവീസ് ആണ്. സിസ്റ്റം വഴി ഓട്ടോമാറ്റിക്കായി നടക്കുന്നതാണ്. കൃത്യമായ വിവരങ്ങൾക്കായി ICPയുടെയോ കുവൈറ്റ് മിനിസ്ട്രിയുടെയോ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ മാത്രം ഫോളോ ചെയ്യുക. വിമാനം റദ്ദാക്കിയത് മൂലമാണ് നിങ്ങൾ കുടുങ്ങിയതെങ്കിൽ അതിന്റെ രേഖകൾ, അതായത് ക്യാൻസൽഡ് ടിക്കറ്റോ എയർലൈൻ നോട്ടിഫിക്കേഷൻ പോലെയുള്ളവയോ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. പശ്ചിമേഷ്യയിലെ ആകാശം എപ്പോൾ തെളിയുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഗൾഫ് ഭരണകൂടങ്ങൾ തങ്ങളുടെ അതിഥികൾക്കും അതുപോലെ പ്രവാസികൾക്കും നൽകുന്ന ഈ ഒരു സംരക്ഷണം ശരിക്കും അഭിനന്ദിക്കേണ്ടതാണ്. ഈ തീരുമാനം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് പ്രത്യാശ പകരുന്നത്. യുദ്ധം രാഷ്ട്രീയമാണ്, പക്ഷേ ഇതിന്റെ ഇടയിൽ സാധാരണക്കാരൻ വലയരുത് എന്ന വലിയൊരു പാഠമാണ് UAEയും കുവൈത്തും ഒക്കെ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.